ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മക്കോട്. ഇന്ന് ഞാൻ ഒരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഈ ഒരു പാത്രം നിറച്ചും ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ അരിയെ നമ്മൾ നല്ലതുപോലെ വൃത്തിയായി കഴുകി ഒരു 20 മിനിറ്റ് കുതിരാനായിട്ട് ഇടുന്നുണ്ട്. നല്ലതുപോലെ അവിടെ ഇരുന്ന് കുതിരട്ടെ. അപ്പോഴേക്കും നമുക്ക് 5 സവാള എടുക്കാം, 10-12 പച്ചമുളക് വേണം, 2 കഷ്ണം ഇഞ്ചി, ഒരു കൂട് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 2 കൈപ്പിടി നിറച്ചും ചുവന്നുള്ളി. ഇതിൽ നിന്നും ഈ സവാളയിൽ നിന്നും ഞാൻ പകുതി സവാള എടുത്ത് നേർമയായി അരിഞ്ഞ് മാറ്റുന്നുണ്ട്. റൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ റൈസ് വേവിച്ചെടുക്കാം. 6 മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, അങ്ങനെ കുറച്ച് സ്പൈസസൊക്കെ നമ്മൾ ഈ തിളച്ച ചൂടായിട്ട് കിടക്കുന്ന നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഇട്ടൊന്ന് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് പകുതി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്നുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ അരി അളന്ന ആ പാത്രത്തിന് ഒരു 1.25 പാത്രം വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്, അതായത് സാധാരണ ടാപ്പ് വാട്ടർ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ വെള്ളത്തിന് കലക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കടലിൻ്റെ വെള്ളമൊക്കെ നമ്മൾ വായിലെടുക്കുമ്പോഴൊരു ഉപ്പ് രുചിയില്ലേ, ആ ഒരു ടേസ്റ്റ് വേണം. ഇനി അതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളി അല്ലിയും, അതുപോലെ തന്നെ കുഞ്ഞിക്കഷ്ണം ഇഞ്ചിയും, പിന്നെ പകുതി നാരങ്ങ മുറിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് പൈനാപ്പിൾ ഇല്ല, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു നല്ലൊരു ബിരിയാണിയാണ്, വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരല്പം മല്ലിയിലയും ഒരല്പം പുതിനയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം തന്നെ നല്ലൊരു സുഗന്ധമാണ് നമ്മുടെ ഈ മുറിക്കകത്ത് നിറച്ച്. നമ്മുടെ ബിരിയാണിയുടെ റൈസൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വേവ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അരി എടുത്ത് അതായത് ഒരു ചോറ് എടുത്തിട്ട് കൈകൊണ്ടിങ്ങനെ ഇച്ചിരി അമുക്കി കൊടുക്കണം. പെട്ടെന്ന് അമുങ്ങി പോകരുത്, അതായത് നല്ല ഇച്ചിരി കനത്തിന് അമുക്കുമ്പോൾ 2ആയിട്ട് പൊട്ടി വരണം. ഇനി 10-12 ഏലയ്ക്ക, 2-3 ചെറിയ കഷ്ണം തക്കോലം, 2 കറുകപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ 5 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ഗരം മസാല റെഡിയായി. ഇനി ഒരു കൂട് വെളുത്തുള്ളി നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന 10 പച്ചമുളക് ചതച്ചെടുക്കാം. എരിവിത്തിരി നന്നായിട്ട് വേണം, മറ്റുള്ള മുളക് പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു എരിവൊക്കെ വേണം, അതിനാണ് ഈ 10 പച്ചമുളക് എടുത്തേക്കുന്നത്. ആ ഒരു തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിന ഇല ഇച്ചിരി ചേച്ചി, അതായത് കുറേശ്ശെ ഈ വീഡിയോയിൽ കാണുന്നില്ല അതുപോലെ. അങ്ങനെ അതും നമുക്ക് ഇവിടെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ബിരിയാണിയുടെ പണി പെട്ടെന്നായിട്ട് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി വറുത്ത് കോരി എടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, നോക്കി നിൽക്കണം. ഇനി അതുപോലെ തന്നെ കുറച്ച് ഒരു പിടുത്തോളം കാഷ്യൂനട്ടും. ഈ ബിരിയാണി തിന്നുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റി വയ്ക്കും. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടാറില്ല. ഇതിപ്പം വീഡിയോയിൽ നിങ്ങളെയൊക്കെ കാണിക്കാനായതുകൊണ്ട് മാത്രം കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ എടുത്തതേ ഉള്ളൂ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് കുറേശ്ശെ വീതം ബാച്ച് ബാച്ചായിട്ട് വറുത്തെടുക്കാം. അതുപോലെ ഈ അരികിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടൊക്കെ ഒതുക്കി ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിലുണ്ട് പെട്ടെന്ന് അരികെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. നിങ്ങളിൽ എത്ര പേരാണ് ഈ ബിരിയാണി കഴിക്കുമ്പം കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ കൂടെ കഴിക്കുന്നത്, അതോ മാറ്റി വയ്ക്കുന്നവരുണ്ടോ? അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് സവാളയെല്ലാം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഞാൻ യഥാക്രമം വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ദേ ഇനി നമ്മൾ ഇപ്പോൾ വറുത്തത് 3 സവാളയാണ് വറുത്തത്. പകുതി സവാള നമ്മൾ ചോറിനെടുത്തു. ബാക്കി 1.5 സവാള അത് ദേ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നൈസായിട്ട് അരിഞ്ഞ് ഞാൻ ചേർത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ. ദേ ഇതുപോലെ നല്ലതുപോലെ തിളന്ന് വരണം. എന്നിട്ട് വേണം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാൻ. ഉള്ളിക്ക് വേവ് കുറവാണ്, സവാള ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ടാണ് ആദ്യമേ ഞാൻ സവാള ഇട്ട് കൊടുത്തത്. ദേ ഉള്ളിയും സവാളയെല്ലാം ദേ നല്ലതുപോലെ താളുപോലെ തളർന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിതിപ്പം ഈ മുട്ട ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1/2 മുറി നാരങ്ങ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ദേ ഏകദേശം ഇതെല്ലാം നല്ലതുപോലെ തക്കാളിയൊക്കെ അതിനകത്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ചോറിന് അതായത് ചോറിൽ വിതറാനുള്ള സവാള മാറ്റി വെച്ചിട്ട് ബാക്കി പൊരിച്ച സവാള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതായത് നമ്മൾ 3 സവാള വറുത്തില്ലേ, അതിൽ നിന്നും കുറച്ച് സവാള മാറ്റിയതിന് ശേഷം ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒന്നുകൂടെ നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കണം. അതിനുശേഷം 5 ടേബിൾ സ്പൂൺ തൈര് ഉടച്ചത് ചേർത്ത് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മല്ലിയിലയും പുതിനയിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതിനകത്ത് നിന്ന് ഇച്ചിരി ചോറിന് വിതറാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കും. 6 മുട്ട പുഴുങ്ങിയതിൽ നിന്ന് ഞാൻ 3 എണ്ണം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി 3 എണ്ണം ഞാൻ മുറിച്ച് ചോറിൻ്റെ മീതെ വയ്ക്കും. വെന്ത് സെറ്റായിട്ടിരിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, ചോറിന് നമ്മൾ പറ്റിച്ചെടുത്തത് കേട്ടോ, അത് നമ്മൾ കുറച്ച് വിതറി കൊടുക്കും. ഇനി ഈ സവാളയ്ക്കകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, ഇത്തിരി ഗരം മസാലപ്പൊടി, നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കുഴച്ച് കൊടുക്കും. അതുപോലെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ എണ്ണ ഉണ്ടല്ലോ, സവാളയൊക്കെ മൊരിച്ച എണ്ണ, അതും കൂടി ചോറിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കും. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഒരല്പം ഗരം മസാലപ്പൊടിയും മല്ലിയില, പുതിനയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം യഥാക്രമം നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി അടുത്ത ബാച്ച് ചോറ്, അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് 3 ബാച്ചായിട്ടാണ് വിതറി കൊടുക്കുന്നത്. പനിനീരാണ് ഈ തളിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഗരം മസാലപ്പൊടി, വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇലകൾ, പുതിന, മല്ലിയില, അതുപോലെ തന്നെ നെയ്യ്, ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നെയ്യും എണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത്രയും ചേർക്കുന്നതിൽ ചേർക്കണ്ട. ഓക്കെ, ഇതെല്ലാം നമ്മളങ്ങനെ യഥാക്രമം ബാച്ചായിട്ട് ചെയ്യും. ഗരം മസാലപ്പൊടി ഇടയ്ക്ക് ഇത്തിരി തൂവി കൊടുക്കണം കേട്ടോ, അപ്പോൾ നല്ലൊരു ഗുമ്മായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രേവി, ഈ സവാള ഗ്രേവി നമ്മൾ തയ്യാറാക്കിയില്ലേ, അതിനകത്ത് നമ്മളിത്തിരി പൈനാപ്പിൾ എസൻസ് 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് 20 മിനിറ്റ് തീരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട്, തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, മൊത്തത്തിലിട്ട് കുഴച്ചെടുക്കരുത്. അതായത് പാത്രത്തിൽ നിന്ന്, ബിരിയാണി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി എടുക്കാവുള്ളൂ. മുകളിൽ റൈസ് കോരി ഇട്ടിട്ട് താഴത്തെ ആ ഗ്രേവിയും കുറച്ച് ചോറും കൂടെ മിക്സ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി, അതായത് എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.